അപ്പൊ നമ്മുടെ ഈ പുറകെ കാണുന്ന ബസ് ഏതാണെന്ന് നിങ്ങളിങ്ങനെ അതിശയപ്പെട്ട് നോക്കി നിൽക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇതിന്റെ ചേസ് ഏതാണെന്നറിയോ? നമ്മുടെ SML, നമ്മുടെ ശിശിരേന്ന് ബോഡി കെട്ടി ഇറങ്ങിയ ഒരു വണ്ടി കേട്ടോ. അപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇഷ്ടംപോലെ SMLന്റെ വണ്ടിയും കാര്യങ്ങളെല്ലാം കാണാം. പക്ഷെ നമ്മുടെ നാട്ടില് അധികം വണ്ടികളില്ല. അപ്പൊ നമ്മുടെ നാടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ബോഡി ബിൽഡ് ചെയ്തെടുക്കണം. ചിലവർക്ക് ഓജസ് വേണം, ചിലവർക്ക് ശിശിര വേണം, ചിലവർക്ക് പ്രകാശ് വേണം, അങ്ങനെയൊക്കെയാണല്ലോ വേണ്ടേ. അതേ രീതിക്ക് നമ്മുടെ SML പുതിയ ചേസ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു കേട്ടോ. ആ ഷേപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ രണ്ട് സൈഡിലും കൊമ്പുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ താഴേക്ക് വരുവാണെങ്കിൽ SMLന്റെ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടടിയിൽ നമ്മുടെ ശിശിരയുടെ അവരൊരു എംബ്ലവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആ ഗ്രില്ല്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് കൊടുത്തേക്കണേക്ക്. ആ ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ എന്നാ രസം നോക്കി. അതുപോലെ അതിൻ്റെ തൊട്ടടിയിലേക്ക് കൊടുത്തേക്കണേ ഒരു അടിയിലൊരു ഫോഗ് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടയർ വന്നേക്കണേ നമുക്ക് 235/75 R17.5 ടയറായിട്ട് വന്നേക്കണേ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ശിശിരയുടെ ഒരു വീൽ കപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. ബാക്കിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിലോ ഒരു ക്യാരവാൻ്റെ അതേ സെറ്റപ്പ് അല്ലേ. ക്യാരവാനൊക്കെ ചെയ്തേക്കണ അതേ രീതിക്കാണ് വന്നേക്കണത്. ബാക്കിലൊരു വ്യൂ, ദൂരെ നിന്ന് തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റും SMLന്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ശിശിരയുടെ എംബ്ലവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ.